ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവത്തിൻ്റെ ഒരു നിയമമാണ് നാം ഇവിടെ കാണുന്നത്. അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന സസ്യാദികൾ, വൃക്ഷങ്ങൾ, ജന്തുക്കൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, മനുഷ്യർ എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു നിയമമാണ്. അതിനെപ്പോലെ മറ്റൊന്ന് ഉദ്ഭവിപ്പിക്കുക എന്നുള്ളത്. അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ. ഓരോ വൃക്ഷവും അത് ഫലം കായ്ക്കുമ്പോൾ അതിനകത്തൊരു വിത്തുണ്ടായിരിക്കും. ആ വിത്ത് വീണ്ടും ഭൂമിയിൽ കുഴിച്ചിട്ടാൽ അതൊരു വൃക്ഷമായി മാറുകയും അതേ ഫലം തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യും. നാം ഒരു മാവിൻ്റെ വിത്ത് കുഴിച്ചിട്ടാൽ അതിൽ നിന്നൊരു മാവായിരിക്കും വരുന്നത്, അതിൽ മാങ്ങയായിരിക്കും പിടിക്കുന്നത്. ഞാനൊരു മാവിൻ്റെ വിത്ത് കുഴിച്ചിട്ടു, എന്നാൽ അതിൽ ചക്കയാണ് കായ്ച്ചത് എന്ന് ഒരിക്കലും നാം കേട്ടിട്ടില്ല. അതുപോലെ തന്നെ മൃഗങ്ങളിലും നാം കാണുന്നത്, ഒരു സിംഹം പ്രസവിച്ചത് ഒരു മാനിനെയാണെന്ന് നാം കേട്ടിട്ടില്ല. സിംഹം പ്രസവിക്കുന്നത് ഒരു സിംഹക്കുട്ടിയെ തന്നെയാണ്. എന്നാൽ മനുഷ്യന്റെ കാര്യം വരുമ്പോൾ രൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യനെ ഉദ്ഭവിപ്പിക്കുന്നു എങ്കിലും ഫലം കായ്ക്കുന്ന വിഷയം വരുമ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ രൂപത്തിലും സദൃശ്യത്തിലുമാണ്. ദൈവം സ്നേഹമാകുന്നു, ദൈവം സമാധാനമാകുന്നു. ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിലും ഫലമായി പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള മനുഷ്യർ ആണ് ഈ ഭൂമിയിൽ വീണ്ടും ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ എന്ന് വെച്ചാൽ, ഒരു വൃക്ഷം ഒരു ഫലം കായ്ക്കുമ്പോൾ അതിനകത്തുള്ള വിത്ത് വീണ്ടും അതുപോലെ ഒരു വൃക്ഷത്തെ ഈ ഭൂമിയിൽ ജനിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള വിത്ത് ഉള്ള ഫലങ്ങളാണ് കായ്ക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനുമാണ്. നാം ഫലം കായ്ക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദകരമായി തീരുകയുള്ളൂ. ദൈവികമായ ഫലങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലൂടെ കാണുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ദൈവപ്രസാദമുള്ളവർ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അറിയാവുന്നവർ എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും. അവർ തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് പ്രസാദകരമായി ഒരുക്കി നടത്തുമ്പോൾ തന്നെ തങ്ങൾക്ക് ചുറ്റുപാടുമുള്ളവരെയും അതുപോലെ ദൈവത്തിന് പ്രസാദമുള്ളവരായി നടത്തുവാനുള്ള പ്രവൃത്തിയും ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ള ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും. യാക്കോബിന്റെ ജീവിതത്തിൽ നാം ഇങ്ങനെ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യോസെഫ് അപ്പനോട്, അങ്ങനെയല്ല എൻ്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവന്റെ തലയിൽ വലങ്കൈ വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്ക് അറിയാം, ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവന്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രൈമിനെയും മനശ്ശയെയും പോലെ ആക്കുമാറാക്കട്ടെ എന്ന് ഇസ്രായേലിയർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് എഫ്രൈമിനെ മനശ്ശയ്ക്ക് മുമ്പാക്കി. യാക്കോബ് വാർദ്ധക്യത്തിലെത്തിയപ്പോൾ
തൻ്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കുവാനായി എഴുന്നേറ്റിരിക്കുമ്പോൾ യോസഫ് തൻ്റെ മക്കളെ രണ്ടുപേരെയും, മനശ്ശയെയും എഫ്രൈമിനെയും കൊണ്ടുവന്ന് യാക്കോബിൻ്റെ മുമ്പാകെ നിർത്തി. വലങ്കൈ മനശ്ശയുടെ മേളിലും ഇടങ്കൈ എഫ്രൈമിൻ്റെ മേളിലും വയ്ക്കത്തക്കവണ്ണം യോസഫ് അവരെ യാക്കോബിൻ്റെ മുമ്പാകെ നിർത്തി. എന്നാൽ യാക്കോബ് ചെയ്തത് വലങ്കൈ ഇളയവനായ എഫ്രൈമിൻ്റെ മേലിലും ഇടങ്കൈ ആദ്യജാതനായ മനശ്ശയുടെ മുകളിലും വയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇത് കണ്ടപ്പോൾ യോസഫിന് തോന്നി, ഒരു പക്ഷേ അപ്പന് തെറ്റിപ്പോയതായിരിക്കാം. അപ്പൻ ഒരുപക്ഷെ വിചാരിച്ചു കാണും, മനശ്ശെ അനുജനാണ്, എഫ്രൈം ആദ്യജാതനാണെന്ന്. ഒരുപക്ഷെ കാഴ്ചയ്ക്ക് മങ്ങൽ വന്നു കാണും, അതുകൊണ്ടായിരിക്കും അപ്പൻ അത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് പിതാവിനെ അവിടെ തിരുത്തുവാൻ തക്കവണ്ണം ഒരു ശ്രമം നടത്തി. യോസഫ് പറഞ്ഞു, അങ്ങനെയല്ല അപ്പ. മനശ്ശയെ ചൂണ്ടിക്കാട്ടിക്കോട്ട് പറഞ്ഞു, ഇവനാണ് ആദ്യജാതൻ, എഫ്രൈം അനുജനാണ്. യാക്കോബ് പറഞ്ഞു, എനിക്കറിയാം മകനെ, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവരെ അനുഗ്രഹിക്കുമ്പോഴും യാക്കോബ് ചെയ്തത് മനശ്ശയ്ക്ക് പകരം എഫ്രൈമിന്റെ പേര് ആദ്യം പറഞ്ഞു, മനശ്ശയേക്കാൾ അവനെ മുമ്പനാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. എന്തുകൊണ്ടാണ് യാക്കോബ് അങ്ങനെ ചെയ്തത്? യോസഫിന്റെ സന്തതികളായ മനശ്ശയും എഫ്രൈമും യാക്കോബിന്റെ മുമ്പാകെ അനുഗ്രഹം മേടിക്കുവാനായി നിന്നപ്പോൾ യാക്കോബ് മനശ്ശയ്ക്ക് കൊടുക്കേണ്ട അനുഗ്രഹം എഫ്രൈമിനും, അഥവാ ആദ്യജാതന് നൽകേണ്ട അനുഗ്രഹം എഫ്രൈമിനും, എഫ്രൈമിന് നൽകേണ്ടത് മനശ്ശയ്ക്കും കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന്റെ നിയമം ഇതാണ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാണ്. ഇതേ കാര്യം തന്നെയാണ് യാക്കോബിന്റെ ജീവിതത്തിലും നടന്നത്. യാക്കോബിനും ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ടായിരുന്നു, ഏശാവ്. എന്നാൽ ഏശാവ് ആദ്യജാതനായിരുന്നിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്, ദൈവം പ്രസാദിച്ചത്, അനുഗ്രഹിച്ചത് യാക്കോബിനെയാണ്. അതേപോലെ തന്നെ ഒരു വൃക്ഷത്തെ വീണ്ടും യാക്കോബ് ഈ ഭൂമിയിലാക്കുവാൻ ആഗ്രഹിച്ചു. താൻ ഇളയ പുത്രനായിരിക്കുമ്പോൾ തന്നെ ആദ്യജാതന്റെ അനുഗ്രഹം മേടിച്ച യാക്കോബ് യോസഫിന്റെ വിഷയത്തിലേക്ക് വന്നപ്പോൾ യോസഫിന്റെ സന്തതികളിന്മേലും അങ്ങനെ തന്നെ ചെയ്തു. അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി മാറി യാക്കോബ്. അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷമായി അവർ തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും തിരഞ്ഞെടുത്തപ്പോൾ അത് കഴിഞ്ഞ് രൂബേന്റെ പേരാണ് പിതാക്കന്മാരുടെ ലിസ്റ്റിൽ വരേണ്ടത്. എന്നാൽ യോസഫിന്റെ പേരാണ് പിതാക്കന്മാരുടെ ലിസ്റ്റിൽ വരുന്നത് നാം കാണുന്നത്. ദൈവം അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. ആദ്യജാതനെ അല്ല, 11ാമത്തെ സ്ഥാനത്തിൽ ഇരുന്ന യോസഫിനെ ദൈവം പിതാക്കന്മാരുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായത്. ദൈവത്തിന്റെ ഹൃദയം അറിയാവുന്ന യാക്കോബ്, ഞാൻ ഒരു വൃക്ഷമായിരിക്കുന്നുവെങ്കിൽ എന്നിൽ ഫലം കായ്ക്കുന്നതും അങ്ങനെയുള്ള വിത്ത് ഉള്ള ഒരു ഫലം എന്നിൽ കായ്ക്കണം. അനുഗ്രഹം താൻ കൊടുത്തപ്പോൾ, കൊച്ചുമക്കൾക്ക് കൊടുത്തപ്പോൾ, ദൈവത്തിന്റെ ആഗ്രഹം പോലെ മനശ്ശയ്ക്ക് മുമ്പാക്കി എഫ്രൈമിനെ ആക്കി. എഫ്രൈമിനെ യാക്കോബ് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷം. മോശയുടെയും യോശുവയുടെയും കാര്യത്തിലേക്ക് നാം വരുമ്പോൾ, ഇസ്രായേൽ ജനത്തെ നടത്തി യോർദാൻ കരയിൽ വരെ കൊണ്ടെത്തിച്ച് സീനായി മരുഭൂമിയിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് പോകേണ്ടുന്ന സമയമായി, അതുകൊണ്ട് ഈ ജനത്തെ നയിക്കേണ്ടതിന് ഇവരിൽ നിന്ന് നീ ഒരുവനെ തിരഞ്ഞെടുക്കണമേ. ആരുടെയും പേര് പറഞ്ഞ് അവിടെ പാർഷ്യാലിറ്റി ഉണ്ടാക്കുവാനോ ഫേവറിറ്റിസം കാണിക്കുവാനോ അല്ല മോശ ശ്രമിച്ചത്. ദൈവം തന്നെ ഒരുവനെ
ഇസ്രായേലിയരുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ദൈവത്തോട് മോശ പ്രാർത്ഥിച്ചു. ദൈവം അതിന് മറുപടിയായി മോശയോട് പറഞ്ഞത്, നൂന്റെ പുത്രനായ യോശുവയുടെ മേൽ നീ കരം വയ്ക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്നത് പോലെ അവനോട് കൂടെയും ഇരിക്കും. അതിന് കാരണം എന്താണെന്നറിയാമോ? മോശയോടൊപ്പം ചേർന്ന് യോശുവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോശ ഒരു വൃക്ഷം, അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി മോശ മാറുകയായിരുന്നു. തനിക്ക് ശേഷം ഈ ജനത്തെ നടത്തുവാൻ ഒരുവനെ മോശ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ തന്നെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ഒരുവൻ മോശയെ നോക്കി പഠിക്കുന്നുണ്ടായിരുന്നു. ആ യോശുവയും അവിടെ വഴക്കുണ്ടാക്കുവാനോ രാഷ്ട്രീയം കളിക്കുവാനോ പോയില്ല. ആ പ്രാർത്ഥന കേട്ടപ്പോൾ യോശുവ ഇങ്ങനെ പറഞ്ഞില്ല, ഈ മനുഷ്യന്റെ കൂടെ ചെറുപ്പകാലം മുതൽ ഞാൻ നടക്കുകയാണ് ഇദ്ദേഹത്തെ സേവിച്ച്. ഇപ്പോൾ അദ്ദേഹം സ്ഥാനം ഉപേക്ഷിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് പകരമായി എൻ്റെ പേര് പറഞ്ഞില്ല. യോശുവ മോശയെ കണ്ടിട്ടുള്ളത് ദൈവത്തോട് വഴക്കുണ്ടാക്കുന്ന ഒരു മോശയെ അല്ല. മോശ ഇവിടെ ഉദ്ഭവിപ്പിച്ചിരിക്കുന്നത് വഴക്കുണ്ടാക്കുന്ന ഒരു ലീഡറെ അല്ല, വഴക്കുണ്ടാക്കുന്ന ഒരു യോശുവെ അല്ല മോശ ഇവിടെ ഉദ്ഭവിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന, മോശയെ കണ്ട് പഠിച്ച ഒരു യോശുവയെ മോശ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. മോശയ്ക്ക് ശേഷം ആ സ്ഥാനം ഏറ്റെടുക്കുവാൻ. ഇന്ന് അനേക സഭകളിൽ, അനേക പ്രസ്ഥാനങ്ങളിൽ, അനേക സംഘടനകളിൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്, ഇന്നിരിക്കുന്ന ആൾ ആ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പകരം മറ്റൊരാൾ ആരവിടെ എത്തും? മറ്റൊരാളെ തൻ്റെ സ്ഥാനത്തേക്ക് കണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വളർത്താതെ ഇരിക്കുന്ന ദൈവദാസന്മാർ അങ്ങനെയുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ദൈവം പറയുന്നത്, നീ പുറപ്പെടുവിക്കുന്ന ഫലം, അതിനകത്തൊരു വിത്തുണ്ടായിരിക്കണം. ആ വിത്ത് നിന്നെ പോലെ തന്നെ ഒരു വൃക്ഷമായി മാറുന്ന വിത്തായിരിക്കണം. നമ്മളുടെ വീട്ടിലുള്ള തലമുറകൾ നമ്മളെപ്പോലെ തന്നെ ഉള്ള വ്യക്തികളല്ല എങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളല്ല എങ്കിൽ, അങ്ങനെ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളല്ല എങ്കിൽ, അങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തികളല്ല എങ്കിൽ അതത് തരം വിത്തുള്ള ഫലമല്ല പുറപ്പെടുവിച്ചിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്ക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവം ഇവിടെ യോശുവായ്ക്ക് ഒരു വാഗ്ദത്തം കൊടുക്കുന്നു. എൻ്റെ ജനത്തിന് ഞാൻ കൊടുക്കുമെന്ന് തൻ്റെ പിതാക്കന്മാരോട് കൽപ്പിച്ച ദേശം നീ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. മോശയോട് കൂടെ ഞാൻ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഒരു മനുഷ്യനും നിനക്കെതിരായി നിന്റെ മുമ്പിൽ നിൽക്കില്ല. നിന്റെ ജീവിതകാലമൊക്കെയും നിന്നെ ആരും തോൽപ്പിക്കയില്ല. നീ ചെയ്യുന്നതൊക്കെയും നീ ശുഭമായിരിക്കും. അതിനുവേണ്ടി നീ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യണം. ആ ഒരു കാര്യം ഇതാണ്, എൻ്റെ ദാസനായ മോശ നിന്നെ അനേക കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവിക പ്രമാണത്തിൽ നടക്കുവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദൈവിക പ്രമാണത്തിൽ നടക്കുക, ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ബാക്കി നിന്റെ ജീവിതത്തിൽ സകലതും ചെയ്യുന്നത് ഞാനാണ്. മോശ പുറപ്പെടുവിച്ചത് അതത് തരം വിത്തുള്ള ഫലം ആയിരുന്നു. മോശയെ പോലെ ഒരു വൃക്ഷമായി തീരുവാൻ
മോശ ഒരു വിത്തിനെ ഈ ഭൂമിയിലാക്കി വെച്ചു. യോശുവ എന്നൊരു വിത്തിനെ ഈ ഭൂമിയിൽ ആക്കി വെച്ചു. ദൈവം അവനെ തിരഞ്ഞെടുത്തു. ദൈവം തന്റെ വാഗ്ദത്തം അവന് കൊടുത്തു. ദൈവം അവനോട് കൂടെയിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തതിനനുസരിച്ച് അവൻ തന്നെ ഇസ്രായേൽ മക്കൾക്ക് ദേശം വിഭാഗിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഭവനത്തിനകത്ത്, സഭയ്ക്കകത്ത്, പ്രസ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണമാകണമെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം പൂർണ്ണമാകണമെങ്കിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ അവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ പൂർണ്ണമാകുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസിന്റെയും തിമോത്തിയോസിന്റെയും ചരിത്രം നാം നോക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക. ദൈവത്തോട് കൂടെ നടന്ന പൗലോസ്, ദൈവ ഇഷ്ടത്തിനനുസരിച്ച് സകലതും ചെയ്ത പൗലോസ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നയിച്ചതുപോലെ നടന്നുകൊണ്ടിരുന്ന പൗലോസ്, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലെ തന്നെ ഒരു വൃക്ഷം ആയി തീരുവാനുള്ള തിമോത്തിയോസ് എന്ന ഒരു വിത്തിനെ ഈ ഭൂമിയിൽ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോസ്തലനായ പൗലോസ് കൂടെ തിമോത്തിയോസിനോട് പറയുന്നു, നീ ചെയ്യേണ്ടുന്ന കാര്യം വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, ദീർഘക്ഷമയോടുകൂടെ ഈ ശുശ്രൂഷ ചെയ്യുക. അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി പൗലോസ് മാറുവാനിടയായി. നാം ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായിരിക്കാം. എന്നാൽ നമ്മോട് കൂടെ നടക്കുന്നവരും അങ്ങനെ തന്നെ ആയിത്തീരത്തക്കവണ്ണം ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ജീവിതത്തിലൂടെ ഇടയാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ നിയമം നമ്മളുടെ ജീവിതത്തിൽ നിറവേറുന്നു. നീ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണ്. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായി. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 24, 25, 26 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തുകൊണ്ട് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? കർത്താവോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ, എന്നെ പോലെ ഒരു വൃക്ഷമായി തീരുവാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവ് പറയുന്നു, ഞാൻ പുറപ്പെടുവിച്ച ഫലം അങ്ങനെയാണ്. അടുത്തത് കർത്താവ് പറയുന്നു, തൻ്റെ പ്രാണനെ നേടുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം അത് കളയും, കളയുവാൻ ഇച്ഛിക്കുന്നവൻ അതിനെ നേടും. കർത്താവ് ഈ ഭൂമിയിലുള്ള സകലർക്കും വേണ്ടി തൻ്റെ പ്രാണനെ കൊടുക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട് ആ പ്രാണനെ മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ സാധിച്ചില്ല. താൻ മരണത്തെ ജയിച്ച് എഴുന്നേറ്റ് എന്നേക്കുമായി ജീവിക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം. അടുത്തത് കർത്താവ് പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഈ ലോകം മുഴുവൻ നേടുവാൻ ഇച്ഛിച്ചിട്ട് തൻ്റെ പ്രാണനെ അവൻ നഷ്ടമാക്കിയാൽ അവൻ എന്ത് ഫലമുണ്ട്? എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ലോകത്തെ ത്യജിക്കണം. എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ, അവനിലുള്ള ഫലം ഈ ലോകത്തെ സ്നേഹിക്കുന്നതല്ല, ദൈവത്തെ സ്നേഹിക്കുന്നതായിരിക്കണം. കാരണം ഈ ലോകത്തിലുള്ള സകലതും അവൻ നേടിയതിന് ശേഷം അത് മുഴുവനും കൊടുത്താലും അവന്റെ പ്രാണനെ നേടുവാൻ സാധ്യമല്ല എന്ന് കർത്താവ് പറയുന്നു.
കർത്താവിന്റെ ക്രൂശ് മരണത്തിനായി കർത്താവ് പുറപ്പെടുവിച്ച ആ ഫലത്തിനായി ദൈവത്തിന് സ്തോത്രം. കർത്താവ് പുറപ്പെടുവിച്ച ആ ഫലത്തിനുള്ളിൽ കർത്താവിനെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം വൃക്ഷങ്ങളായി തീരുന്ന അനേക വിത്തുകൾ അതിനകത്തുള്ളതിനായി സ്തോത്രം. കർത്താവ് പുറപ്പെടുവിച്ചിരിക്കുന്ന ആ ഫലത്തിനകത്ത് വിത്തുണ്ട്. ആ വിത്ത് കർത്താവിനെ പോലെ ഒരു വൃക്ഷത്തെ ഈ ഭൂമിയിൽ പുറപ്പെടുവിക്കുവാൻ ശക്തിയുള്ള വിത്താണ് അതിനകത്തുള്ളത്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി തീരുവാൻ തക്കവണ്ണം ഇടയായി. കർത്താവിനെ പോലെ ആയിത്തീരുന്ന ഒരു കൂട്ടം ജനത്തെ ഈ ഭൂമിയിൽ ഉദ്ഭവിപ്പിക്കുവാനായി ഒരു വിത്തായി താൻ ഈ ഭൂമിയിലേക്ക് വന്നു, ഒരു വൃക്ഷമായി തീർന്നു, ഫലം പുറപ്പെടുവിച്ചു. ആ ഫലത്തിനകത്ത് വിത്തുകളുണ്ട്. ആ വിത്തുകൾ പിന്നെയും ഭൂമിയിൽ വീണ് മരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ വീണ്ടും അനേക ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവ് പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ നിയമം, അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതം വളരെ വിലപിടിപ്പുള്ള ജീവിതമാണ്. നമ്മെപ്പോലെ തന്നെ അനേകരെ സൃഷ്ടിക്കുവാൻ, നമ്മെപ്പോലെ തന്നെ അനേകരെ ഈ ഭൂമിയിലാക്കി വയ്ക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ജീവിതം പാഴായി പോകാതെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. അതിനുള്ളിലെ വിത്ത് വീണ്ടും അനേക വൃക്ഷങ്ങളെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ.